നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഗംഗയും വിനീതും കൂടെ വീട്ടിലേക്ക് വരേണ്ട സമയത്ത് സുജാത നിലവിളക്കൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുകയാണ്. ഗംഗയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു കഴിഞ്ഞപ്പത്തിന് ഒട്ടും സഹിച്ചില്ല ഗീതയ്ക്കും ദാസനും. അത് പെട്ടെന്ന് ഗീതയോട് ദാസ് ചോദിച്ചു, എന്താടി നിന്റെ തള്ളയ്ക്ക് പറ്റിയത്? നിന്റെ തള്ള എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേന്ന് ചോദിച്ചു. ഗീതയ്ക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവരെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് വിളക്ക് വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുജാത രണ്ടുപേരുമായിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് ചെല്ല, പോയി വിശ്രമിക്കുക. അതെ, ഞാൻ ഒരു സദ്യ ഒരുക്കുന്നുണ്ട്, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ മുറിയിലേക്ക് പോയി. ആ സമയത്ത് സുജാത അടുക്കളയിലേക്ക് പോകണം. അപ്പോഴേക്കും ദാസ് ഗീതയോട് പറഞ്ഞു, എടി നിന്റെ തള്ളക്ക് ഇതെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തള്ളയുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വത്തുക്കൾ മകൻ എഴുതി കൊടുക്കാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ ദേ നിന്റെ കർണക്കുറ്റിയായിരിക്കും പുകയാനായിട്ട് പോകുന്നേ. മര്യാദയ്ക്ക് ചെല്ലടി, അവരുടെ ഉദ്ദേശം എന്തെന്ന് അറിയാൻ നോക്ക്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ല സദ്യ ഒരുക്കിയതല്ലേ, സ്വന്തം മോന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിച്ചു. ദാസിയേട്ടൊന്നും മിണ്ടായിരിക്കുക, ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഗീത അടുക്കളയിലേക്ക് ചെല്ലുന്നു സുജാതയ്ക്ക് അറിയാം. സുജാത ഭയങ്കര തിരക്കിട്ട പണിയിലായിരുന്നു. ഗീത എന്നിട്ട് ചോദിച്ചു, അമ്മ ഇത് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിച്ചു. അയ്യോ അല്ലേല് ശരിയാ, ഞാൻ ആ വറുത്തരച്ച് ചെമ്മീൻ കറി വെച്ചപ്പോ ഇച്ചിരി എരി കൂടിപ്പോയി, ഇച്ചിരി തേങ്ങാപ്പാല് പിഴിഞ്ഞു വെച്ച് ശരിയാകുമായിരിക്കില്ലേ? അതൊന്നും അല്ല ഞാൻ പറഞ്ഞേ. പിന്നെയോ അമ്മ എന്തിനാ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റിയത്? ആ വിനീതിനും ഗംഗയും. എടി അവരിങ്ങോട്ട് വന്നോണ്ട് എന്താ? എന്നാലും അമ്മ ശരിയായിട്ടുള്ള കാര്യമല്ല ചെയ്തേ. അമ്മ അവരുടെ 16 അടി യന്ത്രം നടത്താന്ന് പറഞ്ഞല്ലേ? എന്നിട്ടോ അമ്മ ഇപ്പൊ വിളിച്ചു കയറ്റി സദ്യ കൊടുക്കാൻ പോവാണോ? ആ സമയം ദാസ് പമ്മി പതുങ്ങി അങ്ങോട്ടേക്ക് വന്നു. അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും സുജാത പറഞ്ഞു, എന്റെ മോളെ നീ ഇങ്ങനെ മണ്ടിയായി പോവരുത്. ഈ കണ്ട സ്വത്തുക്കളൊക്കെ നിനക്കറിയാലോ, ഉണ്ടാക്കിയതല്ല, നിന്റെ അച്ഛൻ സമ്പാദിച്ചാണ്. നിന്റെ അച്ഛൻ എനിക്ക് തന്ന, പക്ഷെ എനിക്കിത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്റെ 2 മക്കളല്ലേ നിങ്ങളും. അപ്പൊ ഒരാള് തരണമെങ്കിൽ മറ്റൊരാളുടെ സമ്മതം വേണമല്ലോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രം ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ, അന്വയിപ്പിച്ച് കാര്യം നടത്തുക. അവൻ നിനക്ക് തന്നാലേ നിനക്ക് ഇതെല്ലാം കൂടെ വാങ്ങാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് നിന്റെ പേരിലേക്ക് ഇത് അങ്ങോട്ട് എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ സുജാത ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗീത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദാസ് അങ്ങോട്ടേക്ക് വരുന്നത്. അല്ലേലും ഇവൾക്ക് ബുദ്ധിയില്ല, എനിക്ക് കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു. വിനീതിന്റെ കയ്യിൽ നിന്ന് ഈ സ്വത്തുക്കളൊക്കെ വാങ്ങിയെടുക്കണം, അപ്പൊ അതിന് വേണ്ടിയിട്ടല്ലേ അമ്മ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതേടാ മരുമോനെ, അത് തന്നെ കാര്യം. എടാ മോനെ, ഈ സ്വത്തുക്കളൊക്കെ ഇവളുടെ പേരിലേക്ക് മാറ്റണമെങ്കിൽ അവന്റെ സമ്മതം വേണം. അവ സ്വയം മനസ്സാലെ തന്നിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവനും കൂടെ അവകാശപ്പെട്ടല്ലേ. ഈ വെറുതെ ഒരു വയ്യാവേലയുടെ കാര്യമുണ്ടോ? എനിക്ക് ഈ വഴക്കിനോടും പ്രശ്നത്തോടും താല്പര്യമില്ല, ഈ സ്വത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കാനും താല്പര്യമില്ല. വെറുതെ എന്തിനാ വെട്ടും കൊലയായിട്ട് നടക്കണേ? അപ്പോഴേക്കും ഗീത ചോദിച്ചു, അല്ല അമ്മയുടെ മനസ്സിൽ എന്തേലും ഉണ്ടോ? എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്റെ മക്കള് വിഷമിക്കണ്ട, പിന്നെ ആ ബാങ്കിലുള്ള സ്വർണവും ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ നിനക്ക് തന്നെ തന്നേക്കാം. നീ ഒരു കാര്യം ചെയ്യണം, ഈ പറമ്പും വീടും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവന് അനുനയിപ്പിച്ച് എങ്ങനെയും കൈക്കലാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗീത പറഞ്ഞു, അത് ഞാൻ ഏറ്റമ്മേ, അമ്മയ്ക്ക് ഇത്ര സ്നേഹം എന്നോടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. സുജാത പറഞ്ഞു, അത് ശരിയാ, എന്റെ മോളിനി എന്റെ സ്നേഹം കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ദാസ് പറഞ്ഞു, അല്ലേലും എനിക്കറിയായിരുന്നു അമ്മയ്ക്ക് ഞങ്ങളോടാ സ്നേഹം ഉള്ളേന്ന്. ശരി, എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ല, അവരെ അനുനയിപ്പിക്കാനായിട്ട് നോക്ക്, കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേന്ന് ചോദിച്ചു. അറിയാന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുജാത ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, കാണിച്ചു തരാം രണ്ടെണ്ണത്തിനെ ഞാൻ. സുജാതയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു, രണ്ടെണ്ണത്തിന്റെ സ്വഭാവം ഏതാന്ന്. തന്നെ കൊന്നിട്ടാണെങ്കിലും സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കും, അതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊരു ചിന്തയായിരുന്നു സുജാതയുടെ മനസ്സിൽ. പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സുജാത വിളിച്ചതും അവരെ. ഇതേ സമയത്ത് വിനീതിനോട് മുറി വെച്ച് ഗംഗ പറഞ്ഞു, നമുക്കെന്നാ തുടങ്ങിയാലോ വിനീതേട്ടാന്ന് ചോദിച്ചു. ശരി ആയിക്കോട്ടെ, ദേ വിനീതേട്ട ഞാൻ എന്നാ അടുക്കളയിലേക്ക് പോവാ. പിന്നെ ഒരു കാര്യമുണ്ട് വിനീതേട്ട, പല പ്രലോഭനങ്ങളുണ്ടാവും, അതിനകത്ത് വീണേക്കില്ല, അതൊക്കെ എനിക്കറിയാം, നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഗംഗ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നപ്പോ ഗീത ഫോണിലൊക്കെ നോക്കി വലിയ ആളും കളിച്ച് സൂപ്പർവൈസറായിട്ട് അവിടെ കയറി ഇരിക്കുകയാണ്. സുജാത ജോലികൾ ചെയ്തോണ്ടിരിക്കുക. അപ്പോഴേക്കും അടുക്കളയിലേക്ക് എന്നിട്ട് ഗംഗ ചോദിച്ചു, ഇതെന്താ ഗീത വെച്ച് സൂപ്പർവൈസറായിട്ട് ഇരിക്കുവാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുജാത പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവളൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു.
പിന്നെ ഈ അമ്മ വെറുതെ കള്ളത്തരം പറയണ. ഞാനൊന്നും ചെയ്യുന്ന അമ്മയ്ക്ക് പിടിക്കത്തില്ല. ഞാൻ ചെയ്യുന്ന ടേസ്റ്റ് പോരാ, കൈപ്പുണ്യം ഇല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അമ്മ പറയണത്. അത് കേട്ട് കഴിഞ്ഞപ്പോ സുജാത പറഞ്ഞു, എടി അതിന് നിനക്ക് ചെയ്യാൻ മടിയുണ്ടായിട്ടല്ലല്ലേ, പിന്നെ ഒന്ന് പോമ്മേ അവിടുന്ന്. എനിക്കാണെങ്കിലോ ഈ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഈ അടുക്കളയിലേക്ക് വരും. എന്താണെന്നറിയോ, എനിക്ക് ഈ അടുക്കളയുടെ മണം കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. അവിടെയാണെങ്കിൽ ദാസിയന്റെ വീട്ടിലാണെങ്കിൽ സ്വർണ്ണമ്മ എപ്പോഴും പറയും, എപ്പൊ നോക്കിയാലും എനിക്ക് അടുക്കളയിൽ നിന്ന് കയറാൻ സമയമില്ലെന്ന്. എന്ത് ചെയ്യാനാന്ന് പറ, ഞാൻ അങ്ങനെയായി പോയേ. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഗംഗ നേരെ ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ബീട്രൂട്ട് എടുക്കണം. ബീട്രൂട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഗീതയുടെ അടുത്ത് ചെയ്തിട്ട് പറഞ്ഞു, അല്ല ഭയങ്കര പണി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ ഗീതേച്ചിക്ക്? അതെ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഈ ബീട്രൂട്ട് ഒന്ന് അരിയാൻ പറഞ്ഞു. അല്ല അതിനിപ്പോ എന്തിനാ ഞാൻ ഈ ബീട്രൂട്ട് അരിയുന്നേ? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ബീട്രൂട്ട് അരിയണം, ഇതും കൊണ്ട് കറി വെക്കണം. ഇനിയിപ്പൊ ചക്കക്കുരു പൊളിച്ച് ചക്കക്കുരു അവിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്ത് പണിയാന്നറിയോ, കുറെ കറികളൊക്കെ ഉണ്ടാക്കണം സദ്യക്ക്. അതിന് വേണ്ടിയിട്ടാ. അപ്പൊ അമ്മയെ കൊണ്ട് തന്നെ ഇത് പറ്റുമോ? എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്താലേ കാര്യമുള്ളൂ. നമ്മൾ ഒരുമിച്ച് ചെയ്യണം ജോലി. ഷെയർ ചെയ്ത് ചെയ്യുന്നതല്ലേ എന്റെ നല്ലത്. എല്ലാരും കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ടതാകുമ്പോ പിന്നെ നമ്മൾക്ക് ഷെയർ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഗീത ഒന്ന് ആലോചിക്കുമ്പോൾ സുജാത പെതൊക്കെ വന്ന് ഗീതയോട് പറഞ്ഞു, എടി ഷെയറിനെ കുറിച്ച് അവള് പറയണേ, മിക്കവാറും അവളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നേ, സ്വത്തിന്റെ ഷെയറിനെ കുറിച്ചായിരിക്കും. നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗീത പറഞ്ഞു, ആ കത്തി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ബീട്രൂട്ട് അരിയാനായിട്ട് തുടങ്ങി. ഗംഗയുടെ മുഖത്തൊരു ചിരി ഉണ്ടായി, അതുപോലെ തന്നെ സുജാതയുടെ മനസ്സിലുണ്ടായി. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിനീതിന്റെ അടുത്തേക്ക് ഒരു വലിയ മദ്യക്കുപ്പിക്കായിട്ട് ദാസ് വരുവാണ്. ദാസ് ഒന്നങ്ങനെ മദ്യക്കുപ്പി വിനീതിനെ കാണിച്ചു. അപ്പോഴേക്ക് വിനീത് ചോദിച്ചു, അല്ല അളിയ, ഞാൻ മദ്യപിക്കുന്ന അളിയനോട് ആരാ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടല്ലേ, ആ കടയുടെ അവിടെ വെച്ച് മദ്യപിച്ച് ലെക്ക് കേട്ട് വിനീത് ഇറങ്ങി വരുന്ന കാഴ്ച. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാ. അളിയൻ ഇങ്ങോട്ടേക്ക് വാ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ടച്ചിങ്സിനായിട്ട് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ദാസ് പോയി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കളിയാ, നമുക്കൊന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്നു. ഈ സമയം ദാസ് പറഞ്ഞു, ഈ മദ്യപിച്ച് കഴിയുമ്പോ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാവോ, നമ്മൾ പിന്നെ ഒന്നിനെ കൂടി ചിന്തിക്കില്ല. മദ്യപിച്ച് കഴിയുമ്പോ എന്ത് വേണമല്ലോ ഓപ്പൺ ആയിട്ട് പറയാം. വേണമെങ്കിൽ തല്ല, അടിക്ക, പിന്നെ ചീത്ത പറയാം. പിറ്റേ ദിവസം സോറി പറഞ്ഞാൽ മതിയില്ല. അയ്യോ അത് മദ്യലഹരിയിലായിരുന്നെന്ന് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. ഈ മദ്യം കൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അളിയ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു. ഒഴിക്കളിയാന്ന് പറഞ്ഞു. അങ്ങനെ വിനീതിന് ഒഴിച്ചു കൊടുത്തു. ദാസ് ഒഴിച്ചു. വിനീത് പതുക്കെ ചുണ്ടോട് അടുപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഇപ്പുറത്തെ കൈ കൊണ്ട് അത് ഒഴിച്ച് കളയുവാണ്. അത് പക്ഷെ ദാസ് കണ്ടില്ല. ദാസ് കുടിച്ചത്. അങ്ങനെ ടച്ചിങ്സിനായിട്ട് മാങ്ങയും കൊടുത്തു. ഒടുവില് 2-3 അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാണ്. വിനീത് അതെല്ലാം കളഞ്ഞുകൊണ്ടിരുന്നു, കുടിച്ചു പോലും ഇല്ല. പക്ഷെ ദാസിന്റെ വിചാരം വിനീത് കുടിക്കുന്നുണ്ടെന്നാ. പക്ഷെ വിനീത് അഭിനയിച്ചു നന്നായിട്ട്, തലയ്ക്ക് പിടിച്ചെന്നുള്ള രീതിയിൽ, ആ രീതിയിൽ കുഴഞ്ഞാണ് സംസാരമൊക്കെ തുടങ്ങിയത്. അതെല്ലാം കേട്ടിഞ്ഞപ്പോ ദാസിന് സന്തോഷമായി. ദാസ് പറഞ്ഞു, അളിയ എനിക്കൊരു കാര്യം അളിയനോട് പറയാണ്ട്. എന്താ? അത് പറയാം, എന്ത് വേണമെങ്കിലും അളിയൻ എന്നോട് പറയാം. അളിയൻ എന്നോട് പറഞ്ഞോളായിട്ട് വിനീത് പറഞ്ഞു. ഞാൻ പറയാ അളിയ എന്നൊക്കെ ഇങ്ങനെ ദാസ് പറയാണ്. ഇനിയിപ്പൊ എന്ത് വേണം പറയാലോ എന്നൊരു ചിന്തയായിരുന്നു ദാസിന്റെ മനസ്സിൽ. ഇതേ സമയത്ത് അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു സുജാതെ, ഗംഗയും ഗീതയൊക്കെ. അപ്പോഴാണ് അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞൊരു കരച്ചില് കേട്ടെ. ആ സമയം ഗീത ചോദിച്ചു, ആരോ കരയുന്നല്ലേ? സുജാത പറഞ്ഞു, അതേ ചിലപ്പം ആ കന്നുകുട്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. അതല്ലമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 3 പേരും കൂടെ ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തോർത്ത് കഴുത്തേലിട്ട് ദാസിന്റെ കുരുക്കി അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുവാണ് വിനീത്. ആ കാഴ്ച കണ്ടിപ്പിച്ചിട്ട് ഓടി വന്നിട്ട് വിനീതിനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു ഗീതയൊക്കെ. പക്ഷേ എങ്കിലാണ് വിനീതാണെങ്കിൽ വിടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് മനോപ്രാളത്തോടെ കിടന്ന് പിടയ്ക്കുവാണ് ദാസ്. ഒരു വിധത്തിലാണ് അങ്ങനെ പിടിച്ചു മാറ്റിയത്. അങ്ങനെ പിടിച്ചു മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും സുജാത പറഞ്ഞു, എടി നിന്റെ കെട്ടിയോനെ കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഇവൻ അവനെ കൊല്ലൂന്ന് പറഞ്ഞു. ദാസിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഗീതയ്ക്ക്. ദാസേട്ട എഴുന്നേക്കാൻ പറഞ്ഞു. എങ്ങനെ എഴുന്നേക്കാനായിട്ടാ? കാരണം നല്ല മദ്യലഹരിയിലും കൂടെ ആയിരുന്നല്ലോ. ആ സമയത്ത് വിനീത് അവനെ ഞാൻ കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സുജാത പറഞ്ഞു, വേണ്ട മോനെ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു. എന്നെ വിട്, ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, വിനീതേട്ട ഒന്ന് അടങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് സുജാത പറഞ്ഞു, എടി നിന്റെ ഭർത്താവിനും കൂടെ അങ്ങോട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. ഒരു വീട്ടില് ഗീത എന്ത് ചെയ്തു, ദാസിനെ പിടിച്ചെഴുന്നേപ്പിച്ചു അവിടെ നിന്നോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്.
വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് ഒരു ചിരിയൊക്കെ ചിരിച്ച് മീശ പിരിക്കുക. എങ്ങനെയുണ്ട് അമ്മേന്ന് ചോദിച്ചു. കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, സുജാതയെ കെട്ടിപ്പിടിക്കുകയാണ് വിനീത്. ഗംഗയ്ക്ക് സമാധാനമായി, സന്തോഷമായി. അതൊക്കെ അവരുടെ ഒരു നാടകങ്ങളായിരുന്നു. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ വിനീതിന്? തന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതല്ലേ ദാസ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദാസ് ഷർട്ട് പോലും ഇടാൻ പറ്റുന്നില്ല. കാരണം കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല. ഗീതയാണെങ്കിൽ കൊണ്ടാളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എടി, ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് ജീവൻ കാണത്തില്ല, ആളിയൻ എന്നെ കൊല്ലൂന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഗീത പറഞ്ഞു, എന്നാലും അവൻ ഇങ്ങനെ മാറ്റം ഉണ്ടാകും നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാനാന്ന് പറ. സ്വത്തുക്കളൊക്കെ കിട്ടിയില്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇനി സ്വത്തുക്കളില്ലാതെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ സ്വർണ്ണമ്മ അവിടെ കേറ്റൂന്ന് പോലും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഗംഗ അങ്ങോട്ട് വരുന്നേ. ഗംഗ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീത ചോദിച്ചു, എന്താടി, എന്താ കാര്യം എന്താ? അതെ, അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, സദ്യ കഴിക്കാൻ വിളിക്കുന്നുണ്ട്, ചെന്ന് കഴിക്ക്, നീ നിന്റെ കെട്ടിയവനും കൂടെ കൂടിയിട്ട്. എടി, അവൻ എന്നു മുതലാടി ഇങ്ങനത്തെ സ്വഭാവമായത്? നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ മദ്യപിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അല്ല, ഈ പറയുന്ന ദാസേണ്ണം മദ്യപിക്കുമല്ലോ, അത് ഗീതേച്ചിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണെന്ന് ചോദിച്ചു. ഗീതയുടെ നാവടഞ്ഞു പോയി. ഗീത പറഞ്ഞു, എന്നാലും അവൻ മദ്യപിച്ച് കഴിഞ്ഞിട്ട് എന്ത് ഭ്രാന്താ കാണിച്ചു കൂട്ടിയത്? ഇതുപോലെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? അല്ല, ഗീതേച്ചല്ല പറഞ്ഞ ദാസേട്ടൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ദാസേട്ടന്റെ ഭ്രാന്താന്ന്, പിന്നീട് ചെയ്യുന്നും പറയുന്നൊന്നും ഓർമ്മയില്ലെന്ന്. അതുപോലെ തന്നെയാ വിനീതേണ്ട കാര്യം, മദ്യം കണ്ടിട്ടുണ്ട് ഭ്രാന്തളകുമെന്ന് പറഞ്ഞു. വടി കൊടുത്ത് അടി വാങ്ങിക്കുവാണ് ഗീത. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് ഗംഗ പറഞ്ഞു, അല്ല, കഴിക്കാൻ വരുന്നില്ല, വേണ്ട, ഞങ്ങൾ കഴിച്ചോളാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ദാസ് പറഞ്ഞു, എടി, ഇനി എന്ത് ചെയ്യും? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. സ്വത്തുക്കളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അമ്മ പച്ചവെള്ളം പോലും തരത്തില്ല. എന്റെ ദാസേട്ടാ, അവള് നിർബന്ധിക്കുന്നല്ല ഞാൻ വിചാരിച്ചേ എന്ന് ഗീത പറഞ്ഞു. അവള് നിർബന്ധിച്ചില്ലല്ലോ. അപ്പോഴേക്കും പൊന്ന് അവിടെ ഉണ്ടായിരുന്ന പൊന്നു എന്ത് ചെയ്തു, വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ടുവന്ന് ദാസിന്റെ പുറയിലൊന്ന് ഇടിപ്പിക്കണം. അയ്യോ എന്ന് പറഞ്ഞ് ദാസ് അലറി പിടിച്ചു. ഇടി, ഈ നശൂലത്തിനോട് അവിടെ അപ്പറയാൻ മാറിപ്പോയിരുന്ന് കളിക്കാൻ പറ. കഴുത്ത് പോലും എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ദേഹം അനങ്ങുമ്പോ എന്ത് വേദനയാണെന്നറിയാവോ? ദാസിയേട്ടൻ ഈ ഷർട്ടൊന്നും ഇട്. ഇടി, എങ്ങനെ ഇടാനാന്ന് പറ. എനിക്ക് കൈ കയറ്റാൻ പോലും പറ്റുന്നില്ല, കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. പെടലേക്ക് ഒരു വശത്ത് തിരിഞ്ഞിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈദ്യുതി ഒന്ന് കാണാം. വൈദ്യുതിയോ? അതെ, വൈദ്യുതി ഒന്ന് കണ്ട് തിരുമ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോലത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദാസ് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് ആ പാടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സ്വത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ നമ്മൾ എങ്ങനെയാടി പോടേന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണേലും പോവാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഗീതയുടെ മനസ്സിൽ. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദാസിന്റെ കൈ പിടിച്ച് ഗീത ബാഗൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം സുജാത അവിടെ സിറ്റോടിൽ തന്നെ ഉണ്ടായിരുന്നു. ദാസേട്ട സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജാത ഏറുകണ്ണിട്ട് ഇങ്ങനെ നോക്കി. സുജാതയ്ക്ക് ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടായിരുന്നു ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.